സെയിൽസ്മാൻ്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യലാണ്. നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇൻസെൻറ്റീവ്സ് വാങ്ങിച്ചെടുക്കലാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ ലഹരി എന്താ? നല്ല ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് പറ്റുന്നത്ര ആളുകളെ സഹായിക്കലാണ്. എൻ്റെ ലഹരി എന്താ? എല്ലാ ദിവസവും ആളുകളെ കാണുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക. അതെനിക്ക് കിക്കല്. എനിക്കൊരു ലഹരിയുടെ ആവശ്യമില്ലല്ലോ. ജീവിതം തന്നെ ലഹരി. ഞാൻ പൊട്ടനാന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടനാന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും, പൊട്ടനാടാ നീ. എന്നെ കണക്ക് ടീച്ചറാണ്. എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ്. എന്നെ പൊട്ടെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു. എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. എങ്ങനെയുണ്ട്? അതല്ലേ വെല്ലുവിളി? അല്ല, അതല്ലേ രസം. അത് ഞാൻ പകരം വിട്ടാൻ പോയതല്ല. അത് അങ്ങനെ സംഭവിച്ചു. നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒരു ദേഷ്യവും നമ്മൾ ഉള്ളിൽ കയറ്റി നടക്കരുത് ആരോടും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നു, ദേഷ്യം നല്ലതാണ്, പക്ഷെ പക മാനസിക പ്രശ്നമാണ്. പെട്ടെന്നൊരു ദേഷ്യം വരും, കൊല്ലണവനെ, അതങ്ങനെ ഇറങ്ങിപ്പോണം. അല്ലാതെ 6 മാസം അവനെ കൊല്ലണം. മറ്റേ സിനിമയിലില്ലേ, പുലിയെ കൊല്ലണം ഒരു ചെക്കൻ. അത് പകയാണ്, അത് പ്രശ്നമാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും. ഒരു വിഷമം വന്നു, കരയണം. പക്ഷെ 3 മാസം കരയരുത്, അല്ലേ? നമ്മളൊക്കെ കരയാറില്ലേ? മരിച്ച വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആ വണ്ടിയിൽ ചിരിച്ച് കളിച്ചിട്ട് മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടം ഇങ്ങനെ കൂട്ടുക ചെയ്യാം. നമ്മളായിട്ട് ഇങ്ങനെ കൂട്ടും, അല്ലേ? ആ പടി കയറുമ്പോൾ നമ്മൾ ബന്ധുക്കളെ കാണുമ്പോൾ ഡെഡ് ബോഡി കാണാം. എന്നിട്ട് തൊട്ടടുത്തുള്ള ആളോട് ചോദിക്കും, നമ്മുടെ ഫ്രണ്ടിനോട് നോക്കി, എടി എൻ്റെ മുഖത്ത് സങ്കടമല്ലേ നോക്കിയേ. അപ്പൊ കുറച്ച് കുറവുണ്ട്, കൂട്ടിക്കോ. അത് മനുഷ്യന്മാരെ നോർമലാവും. മരിച്ച വീട്ടിൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും ചിരിയും കളിയും കാണുന്നില്ലേ നമ്മൾ? കാണുന്നില്ലേ? പണ്ടുണ്ടാക്കിയ കാരണന്മാരുണ്ടാക്കിയ കുറേ പരിപാടികൾ നല്ലതാണ്. ചടങ്ങുകൾ, 5ാം നാള് 7ാം നാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചടങ്ങുകൾ. കാരണം എന്താ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണം. അങ്ങനെ ആ വിഷമങ്ങളൊക്കെ. മരണം സങ്കടം തന്നെയാണ്, ആർക്കും സങ്കടം ഉണ്ടാവും. അപകടം സങ്കടം തന്നെയാണ്. പക്ഷേ അതിൽ തന്നെ ഇരിക്കരുത്. ആ ഭാണ്ഡക്കെട്ടുകൾ കളയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മളൊക്കെ ചതിച്ചവരുണ്ടാവും, പറ്റിച്ചവരുണ്ടാവും. നമ്മളും കുറേ പേരെ പറ്റിച്ചിട്ടില്ലേ? ചതിച്ചവരും പറ്റിച്ചവരും ഒക്കെ ഉണ്ടാവും. പൊറുക്കുക. ഏറ്റവും നല്ലത് മറക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളാണ് ക്ലീൻ ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നമുക്കൊക്കെ? അവനെ ആലോചിച്ച അപ്പം തന്നെ പ്രാന്താവും നമുക്ക്, അല്ലേ? അത് പുറത്തു മറന്ന് വിട്ടേക്ക്. ഡൈവോഴ്സ് പോട്ടെ, ബാക്കിയുള്ള ചിന്തിക്കുക. നമ്മളെ പറ്റിച്ചവരും നമ്മളെ തേച്ചവരും ഒക്കെ ഉണ്ടാവില്ലേ? മറക്കുക. പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മൾ കുറേ കയറ്റി വെച്ച് നമ്മളെ പറ്റില്ലെന്ന് പറഞ്ഞാൽ, നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, നമ്മളോട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. പുറത്ത് മറന്നു കൊടുക്കുക. അപ്പോൾ ഫ്രീ ആവും, മനുഷ്യൻ ഫ്രീ ആവും, സന്തോഷം ഉണ്ടാവും. ഹാപ്പിനെസ് ആണ് വേണ്ടത്, സന്തോഷം. എന്നിട്ട് സന്തോഷിക്കുക, ചിരിക്കുക.